രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇന്നും ഇന്നലെയുമായി പറയുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാള ഭാഷയ്ക്കെതിരാണ് എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി ഇന്നേ വരെ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മലയാളത്തിൽ ഒരു വരി പറഞ്ഞതായി ഞങ്ങളെവിടെയും കേട്ടിട്ടില്ല. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ മലയാളത്തിൽ 2 വരിയെങ്കിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അദ്ദേഹം മലയാളികളുടെ വേഷവിധാനങ്ങൾ അണിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ്. കേരളത്തിലെ മാത്രമല്ല, തമിഴിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോയി തമിഴിൽ പ്രസംഗിച്ചയാളാണ് നരേന്ദ്രമോദിജി. തമിഴിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തമിഴ് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തമിഴ് കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പ്രധാനമന്ത്രി അത് ശ്രീ നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷയായ തമിഴിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിജിയാണ്. അപ്പൊ നരേന്ദ്രമോദിജിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളാക്കി അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ആളാക്കി ചിത്രീകരിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ മതപരമായ രീതിയിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാഷയുടെ പേരിൽ മലയാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, ലോകത്തെവിടെ പോയാലും ആ ഭാഷ സ്വായത്തമാക്കുന്നതിൽ, അവിടുത്തെ ഭാഷ സ്വായത്തമാക്കുന്നതിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരാണ് മലയാളികൾ. ഭാഷ പഠിച്ചില്ലെങ്കിൽ പോലും ലോകത്തേത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ പ്രദേശത്തെ ഭാഷയും ആ പ്രദേശത്തെ ലോക്കൽ സ്ലാങ്ങും അടക്കം സ്വായത്തമാക്കുന്നതിൽ അസാമാന്യമായ കഴിവുള്ളവരാണ് മലയാളികളെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെയോ അദ്ദേഹത്തിന്റെ മാതാവിനെ പോലെയോ ബഹുമാനിയായ സോണിയാഗാന്ധിയെ പോലെയോ ഇറ്റാലിയൻ ഭാഷയിൽ ഹിന്ദി എഴുതി പ്രസംഗിക്കേണ്ട ഗതികേട് ഒരു മലയാളിക്കുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് മലയാളത്തിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ പ്രസംഗിക്കേണ്ട ഗതികേട്, സംസാരിക്കേണ്ട ഗതികേടൊന്നും BJPക്കാർക്കുമില്ല, മലയാളികൾക്കുമില്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. അദ്ദേഹം തുടർച്ചയായി വിഭജനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം ഗണപതി വട്ടത്ത് നടത്തിയ റോഡ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ഗണപതി വട്ടത്തെ റോഡ് ഷോ നിങ്ങൾ കണ്ടു, പരിതാപകരമായ റോഡ് ഷോ നിങ്ങൾ കണ്ടു. വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എത്രത്തോളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന റോഡ് ഷോയിലെ വളരെ കുറഞ്ഞ ജനപങ്കാളിത്തം. എന്തേ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? 300-ൽ താഴെ ആളുകളാണ് പങ്കെടുത്തത്. അവിടെ പിണറായി വിജയന്റെ പോലീസ് 10-200 പേർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ റോഡ് പോലും ബ്ലോക്ക് ആവില്ലായിരുന്നു. റോഡ് ഷോ വാസ്തവത്തിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഗണപതി വട്ടത്തെ ജനങ്ങൾക്കറിയാം. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്നലെ വന്ന് നടത്തിയ പ്രസംഗം വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നില്ലേ? വയനാട്ടിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതായിരുന്നില്ലേ? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി രാജ്യത്ത് ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ഭാഷ, ഒരേ ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. സത്യത്തിൽ റീജിയണൽ ലീഡേഴ്സിനെ, പ്രാദേശിക നേതാക്കളെ അപഹസിക്കുകയും പ്രാദേശിക നേതാക്കളെ ഇല്ലായ്മ ചെയ്യുകയും പ്രാദേശിക നേതാക്കളുടെ കഴിവിനെ വില കുറച്ച് കാണുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരാ? പ്രാദേശിക നേതാക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് മാത്രം അധികാരം വരണമെന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിട്ടത് നെഹ്റു കുടുംബവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയല്ലേ? BJPയുടെ സംഘടനാ സംവിധാനം നിങ്ങൾ പരിശോധിക്കൂ. BJPക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രാദേശിക നേതൃത്വങ്ങളുണ്ട്. അസമിൽ പോയി കഴിഞ്ഞാൽ ഹേമന്ത് വിശ്വ ശർമ്മ, കർണാടകയിൽ യെദ്യൂരപ്പ, മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നവിസ്, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ നിങ്ങൾ എണ്ണിയെടുത്തു കഴിഞ്ഞാൽ, മധ്യപ്രദേശിൽ ശിവരാജ് ചൌഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഞങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രാദേശിക നേതൃത്വമുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിലുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി? പഞ്ചാബിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ന് എവിടെയാ ഉള്ളത്? എന്തുകൊണ്ടാണ് അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടുപോയത്? ശക്തനായ പ്രാദേശിക നേതാവായിരുന്നല്ലോ. എവിടെയൊക്കെ സംസ്ഥാന തലത്തിൽ നെഹ്റു കുടുംബത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ സംസ്ഥാനത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉയർന്നു വരുന്നുവോ അവരെ മുഴുവൻ പാർട്ടിയിൽ ചതച്ചരച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പണിയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ ചുമതലയിലുണ്ടായിരുന്ന കാലത്ത്, ഹൈദരാബാദിലെ പഴയ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ കാലത്ത്
അദ്ദേഹത്തെ സ്വീകരിക്കാൻ വൈകി എന്നുള്ളതിന്റെ പേരിൽ ആന്ധ്രയിലെ പഴയ മുഖ്യമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അവിടെ വലിയ ഭിന്നിപ്പുണ്ടായത്. അങ്ങനെയാണ് ആന്ധ്ര ഗൗരവം എന്നുള്ള പേരിൽ NT രാമറാവു വലിയ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെയാണ് തെലുഗുദേശം ഉണ്ടാവുന്നത്. കേവലം 27 ദിവസം പ്രായമുള്ള തെലുഗുദേശം എന്ന പാർട്ടി ആന്ധ്രയിൽ കോൺഗ്രസിനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിക്കുന്നത് രാജീവ് ഗാന്ധി നടത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യക്കാർക്കെതിരായി നടത്തിയിട്ടുള്ള പരാമർശത്തെ തുടർന്നായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിലെ ഏത് നേതാവിനെയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും വളരാൻ വിട്ടിട്ടുള്ളത്? ഇവിടെ 18 ഭാഷകൾ അറിയാവുന്ന നരസിംഹറാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നല്ലോ. ദക്ഷിണേന്ത്യക്കാരനായ കറുത്തവനായ നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ഏത് തരത്തിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബം പെരുമാറിയത്? നരസിംഹറാവു മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും AICC ആഫീസിനകത്ത് ഒന്ന് പ്രദർശിപ്പിക്കാൻ, ഒന്ന് കയറ്റാൻ അനുവദിക്കാതിരുന്ന AICC ആഫീസിന്റെ ഗേറ്റ് അടച്ചുപൂട്ടിയ നെഹ്റു കുടുംബാണോ ഇപ്പൊ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്?